തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയെയും പ്രസ് ക്ലബ് സെക്രട്ടറിയെയും ആക്രമിച്ചു. CPM-നെതിരെ വാർത്ത നൽകിയതിൽ പ്രകോപിതരായാണ് ആക്രമണം. കണ്ണമൂല വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി M. രാധാകൃഷ്ണനെയും പ്രസ് ക്ലബ് സെക്രട്ടറി PR പ്രവീണിനെയുമാണ് ആക്രമിച്ചത്. നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് എത്തിയപ്പോഴായിരുന്നു ആക്രമണം. CPM നേതാവും വഞ്ചിയൂർ വാർഡ് LDF സ്ഥാനാർത്ഥിയുമായ വഞ്ചിയൂർ ബാബു, ഷാഹിൻ, അജിത് പ്രസാദ് എന്നിവർ ചേർന്നാണ് ആക്രമിച്ചത്. വിനീഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിനീഷ്, എന്തിനാണിപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ഈ CPM പ്രവർത്തകർ കയ്യേറ്റം ചെയ്തത്? മാത്രമല്ല, വളരെ ഗുരുതരമായ ഒന്നെന്ന് പറയുന്നത് പ്രസ് ക്ലബ് സെക്രട്ടറിയും ആക്രമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും CPM-നെതിരെ വാർത്ത ചെയ്തു എന്ന ആക്ഷേപം ഉയർത്തിക്കൊണ്ടാണ് പ്രസ് ക്ലബ് സെക്രട്ടറിക്കെതിരെ നിലവിൽ വഞ്ചിയൂർ ബാബുവിൻ്റെ നേതൃത്വത്തിൽ, നമുക്കറിയാം വഞ്ചിയൂർ ബാബു വഞ്ചിയൂർ വാർഡിൽ മത്സരിക്കുന്ന, തിരുവനന്തപുരം നഗരസഭയിൽ വഞ്ചിയൂർ വാർഡിൽ മത്സരിക്കുന്ന CPM-ൻ്റെ നേതാവാണ്. പല ഘട്ടങ്ങളിലായി വഞ്ചിയൂർ ബാബുവിൻ്റെ നേതൃത്വത്തിൽ വലിയ ആക്രമണങ്ങൾ നേരത്തെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും അവസാനം ഒരു സ്ഥാപനം അടിച്ചു തകർത്തതുമായി ബന്ധപ്പെട്ട്, വഞ്ചിയൂർ പ്രദേശത്തെ ഒരു സ്ഥാപനം അടിച്ചു തകർത്തതുമായി ബന്ധപ്പെട്ടുള്ള കേസ് വഞ്ചിയൂർ ബാബുവിനെതിരെ നിലനിൽക്കുന്നു. നേരത്തെ ഒരു വർഷം മുമ്പ് ജനൻ TV സംഘത്തിന് നേരെയും വഞ്ചിയൂർ ബാബുവിൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയിരുന്നു. അന്ന് നമ്മുടെ റിപ്പോർട്ടറായിരുന്ന അഖിലിനും ശാലിനിക്കും നേരെയായിരുന്നു ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയത്. ആ വഞ്ചിയൂർ ബാബുവിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് പ്രസ് ക്ലബ് സെക്രട്ടറിക്കെതിരെയും ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് ലേബർ ഓഫീസിൻ്റെ മുന്നിലാണ്. ജില്ലാ ലേബർ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വെച്ചാണ് ഇത്തരത്തിൽ അതിദാരുണമായി വഞ്ചിയൂർ ബാബുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം, CPM നേതാക്കൾ അടക്കമുള്ളവർ എത്തി PR പ്രവീണിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. നേരത്തെ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ CPM-നെതിരെ, അല്ലെങ്കിൽ വഞ്ചിയൂർ ബാബുവും അദ്ദേഹത്തിൻ്റെ മകളും നിരന്തരം മാറി മാറി ആ വഞ്ചിയൂർ മേഖലയിൽ മത്സരിക്കുന്നു. അതിൻ്റെ ഭരണവിരുദ്ധ വികാരം നിലവിൽ വഞ്ചിയൂർ കൗൺസിലർ ആ വാർഡിൽ ഉണ്ടാകും എന്ന് സംബന്ധിച്ചുള്ള ഒരു വാർത്ത ഓൺലൈനിൽ PR പ്രവീൺ സെക്രട്ടറി, പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറി നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിൽ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടാണ് നിലവിൽ സർക്കാർ ജീവനക്കാർക്ക് മുന്നിൽ, പ്രത്യേകിച്ച് ലേബർ ഓഫീസർക്ക് മുന്നിൽ വെച്ച് തന്നെ PR പ്രവീണിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. എപ്പോഴായിരുന്നു സംഭവം? എന്താണ് ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യം? അല്ല, ഈ പ്രസ് ക്ലബിൻ്റെ മുൻ സെക്രട്ടറിയായ, എന്നോടൊപ്പം സെക്രട്ടറി ആയിരുന്ന, ഞാൻ പ്രസിഡൻ്റായിരുന്നു നേരത്തെ, ഇപ്പോൾ സെക്രട്ടറി രാധാകൃഷ്ണൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധന നടക്കുന്ന ദിവസമായതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പിന്തുണ നൽകാനായി ഇവിടെ എത്തിയതാണ്. നമ്മുടെ ഒരു സഹപ്രവർത്തകനാണല്ലോ. അപ്പോഴാണ് ഈ വഞ്ചിയൂർ ബാബു, അദ്ദേഹം തന്നെ നീയാണോടാ അച്ഛനും മോളും മാറി മാറി മത്സരിക്കുന്നു എന്ന് വാർത്ത ചെയ്തത് എന്ന് പറഞ്ഞ് കടന്നാക്രമിക്കുകയായിരുന്നു. അപ്പോൾ രാധാകൃഷ്ണന് വേണ്ടി ഞാൻ തോക്കുകയാണ് എന്ന് പറയുകയാണോ എന്ന് ചോദിച്ചാണ് ഇത് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ വഞ്ചിയൂർ ബാബു മത്സരിച്ചു, വഞ്ചിയൂർ ബാബുവിൻ്റെ മകൾ മത്സരിച്ചു, ഇപ്പോൾ വീണ്ടും വഞ്ചിയൂർ ബാബു മത്സരിക്കുന്നു. അതൊരു യാഥാർത്ഥ്യമല്ലേ? ആ യാഥാർത്ഥ്യം നമുക്ക് പറഞ്ഞുകൂടാ എന്ന് ആരാണ് പറയുന്നത്? അത് മാത്രമല്ല, ഞാനിപ്പോൾ ഇത് ജനൻ TV ആയതുകൊണ്ട് പറയുകയാണ്, ഈ വാർത്ത വരുന്നതിന് തൊട്ട് മുമ്പ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് നഷ്ടപ്പെട്ടു പോകാവുന്ന സിറ്റിംഗ് സീറ്റുകളുണ്ട് എന്ന് പറഞ്ഞ് നമ്മളൊരു അനാലിസിസ് ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് CPM-ന് നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന സിറ്റിംഗ് സീറ്റുകളെക്കുറിച്ച് ചെയ്യുന്നത്. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ, ഞാൻ എന്നും ഇന്നലെയും തുടങ്ങിയതല്ല, 25 വർഷക്കാലമായി മാധ്യമപ്രവർത്തകനാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ചാനലുകളിലടക്കം ജോലി ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് നന്നായി അറിയാവുന്ന ആളാണ്. അപ്പോൾ അത് പറയുമ്പോൾ നമ്മളെ ആക്രമിക്കുക, എന്നിട്ട് തലങ്ങും വിലങ്ങും മർദ്ദിക്കുകയായിരുന്നു. ഞാൻ ഈ വാർത്തയൊക്കെ ശേഖരിക്കുന്നതിനായി കരുതി വെച്ചിരുന്ന എൻ്റെ മൊബൈൽ ഫോൺ ആ കൂട്ടത്തിൽ ഒരാൾ പിടിച്ചു പറിച്ചുകൊണ്ട് പോയി. എൻ്റെ കണ്ണാടി, എൻ്റെ കണ്ണട തറയിൽ വീണ് പൊട്ടി. അത് പ്രത്യേകിച്ച് ഈ സർക്കാർ ജീവനക്കാർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? അല്ല, സർക്കാർ ജീവനക്കാരൊന്നും എന്ന് മാത്രമല്ല സുഹൃത്തെ, ഇവിടെ ആ സമയത്ത് ഒരു 200ഓളം ആളുകളുണ്ടായിരുന്നു, 10-200ഓളം ആളുകളുണ്ടായിരുന്നു. ആ ആളുകൾക്കിടയിൽ വെച്ചാണ് ഈ മർദ്ദനം ഉണ്ടാകുന്നത്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് ഇവിടെ നിന്ന് ഇറങ്ങി വരുന്നു, അതിന് പിന്നാലെ മർദ്ദനം ആരംഭിക്കുകയാണ്. വഞ്ചിയൂർ ബാബു നേരിട്ടെത്തി അല്ല, വഞ്ചിയൂർ ബാബുവാണ് മർദ്ദനത്തിന് തുടക്കമിട്ടത്. വഞ്ചിയൂർ ബാബുവാണ് എന്നോട് അത് ഒരു തെറി വിളിച്ചുകൊണ്ട്, നിന്നെ തീർത്ത് കളയൂടെ, അച്ഛനും മോളും മത്സരിക്കുന്നത് നീയാണോ വാർത്ത, അച്ഛനും മോളും മാറി മാറി മത്സരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം, അതൊരു യാഥാർത്ഥ്യമല്ലേ? ഈ നാട് മുഴുവൻ അറിയാവുന്നുള്ള കാര്യമല്ലേ? അല്ലെങ്കിൽ തന്നെ ഞാൻ ഒരു വാർത്ത ചെയ്തു എന്നുള്ളത് കൊണ്ട് തോറ്റുപോകുന്നതാണ് വഞ്ചിയൂർ ബാബുവിൻ്റെ ജനപ്രീതിയെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് വേറെ ഒന്നും പറയാനില്ല. പക്ഷേ ഇത് വളരെ മോശമായൊരു കാര്യമാണ്. ഞാൻ പ്രസ് ക്ലബ് സെക്രട്ടറി എന്നുള്ള നിലയിൽ പറയുന്നതൊന്നുമല്ല. ആർക്കെതിരെയും ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ അത് ഒരു സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. അത് വളരെ മോശമാണ്. നമ്മൾ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പക്ഷപാതമൊന്നുമില്ല. അവർ കാണുന്ന കാര്യങ്ങൾ പറയേണ്ടി വരും. ആ കാണുന്ന കാര്യങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് എങ്ങനെയാണ് അവർ ബോധ്യപ്പെടുത്തേണ്ടത്? ജനകീയ കോടതിയിൽ വിധിയെഴുത്ത് നടത്തിയാണ് ബോധ്യപ്പെടുത്തേണ്ടത്. അങ്ങനെ ചെയ്യുന്നതിന് പകരം ആളുകളെ മർദ്ദിക്കുക. രാധാകൃഷ്ണനെയൊക്കെ അതിക്രൂരമായാണ് മർദ്ദിച്ചത്. രാധാകൃഷ്ണനോട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിനുള്ള വിരോധം ഉണ്ടാകും. എന്നോടെന്തിനാണ് വിരോധം?
എന്നോടെന്തിനാണ് വിരോധം? ഞാനൊരു മാധ്യമപ്രവർത്തകനാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ബോധപൂർവം തനി ഗുണ്ടായിസം, ബിനീഷ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒരാൾ, തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒരാൾ, ഈ ഭരിക്കുന്ന സർക്കാരിൻ്റെ പാർട്ടിയുടെ നോമിനിയായി മത്സരിക്കുന്ന ഒരാൾ മാധ്യമപ്രവർത്തനം വാർത്ത ചെയ്തതുകൊണ്ട് നിന്നെ ശരിയാക്കി കളയുമെന്ന് പറഞ്ഞാൽ അത് ശുദ്ധ തെമ്മാടിത്തരമാണ്. അത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ മാധ്യമപ്രവർത്തനം നടത്തുന്നത് കൊണ്ട് നിന്നെ തീർത്ത് കളയും എന്ന് പറയുന്ന സമീപനത്തെ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല തന്നെ. തീർച്ചയായിട്ടും ദേവിക ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് അറിയാം, പല ഘട്ടങ്ങളിലായി വഞ്ചൂർ ബാബു എന്ന് പറയുന്ന CPM-ന്റെ നേതാവ് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതുണ്ടായിട്ടുണ്ട്. നേരത്തെയും ഇത്തരത്തിൽ മാധ്യമ പ്രവർത്തകർക്ക് നേരെ അതിക്രമം നടത്തുന്ന സാഹചര്യം, ജനൻ TV സംഘത്തെ പോലും ആക്രമിക്കുന്ന സാഹചര്യം. എന്നോടൊപ്പം ഇപ്പോൾ കണ്ണമ്മൂലയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി M രാധാകൃഷ്ണൻ ചേരുകയാണ്. നിങ്ങൾ സൂക്ഷ്മ പരിശോധന കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴായിരുന്നു ആക്രമണം. നിങ്ങൾക്കെതിരെ ആക്രമണം നടത്താനുണ്ടായ സാഹചര്യം? ഞങ്ങൾ രാവിലെ ഇവിടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വരണമല്ലോ. ഇവിടെ ഈ ജില്ലാ ലേബർ ഓഫീസറാണ് ഇതിൻ്റെ റിട്ടേണിംഗ് ഓഫീസർ. അപ്പോൾ ഇന്ന് ഞാൻ കണ്ണമ്മൂല വാർഡിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ നോമിനേഷൻ സമർപ്പിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതനുസരിച്ച് 11 മണിക്ക് ഇവിടെ വരുന്നു. വന്ന് കുറച്ച് കഴിഞ്ഞ് ഒരുപാട് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സ്ഥാനാർത്ഥികളും എല്ലാവരും നമുക്ക് തിരുവനന്തപുരം നഗരത്തിലെ മിക്കവാറും സ്ഥാനാർത്ഥികളൊക്കെ നമുക്ക് പരിചിതരായ ആളുകളാണല്ലോ. അവരോടെല്ലാം കുശലം പറഞ്ഞ് നിൽക്കുമ്പോൾ പെട്ടെന്നൊരു താടി വെച്ച ഒരാൾ, പൊക്കം കൂടിയ, എനിക്ക് അത്ര പരിചയമില്ലാത്ത ഒരാൾ വന്നിട്ട്, നീയാണോ ഇവിടെ വാർത്തകളൊക്കെ കൊടുക്കുന്നത്, നീയാണ് ഇവിടുത്തെ പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറി അല്ലേ, നിന്നെ തീർത്ത് കളയും, നീ പുറത്തിറങ്ങില്ല, നിന്നെ വച്ചേക്കില്ല ഇനിയെന്ന് പറഞ്ഞു. ഞാൻ അയാളോട് നിൻ്റെ പാട്ടിന് പോകുമെന്ന് പറഞ്ഞിട്ട് മാറി അങ്ങ് പോയി. നോമിനേഷൻ്റെ സ്ക്രൂട്ടിനിക്ക് ഞങ്ങളുടെ വാർഡ് വിളിച്ചു. ഞങ്ങളെല്ലാം കൂടെ അകത്ത് കയറി. ഞാനും എന്നോടൊപ്പം പ്രസ് ക്ലബിൻ്റെ ഇപ്പോഴത്തെ സെക്രട്ടറി മാധ്യമപ്രവർത്തകനായ PR പ്രവീണ്, പിന്നെ ഞാൻ എൻ്റെ ഇലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ അഡ്വക്കേറ്റ് വിമൽ ജോസ്, ഞങ്ങൾ 3 ആളും കൂടെ അകത്ത് കയറി. തിരിച്ചിറങ്ങുമ്പോൾ കാത്തു നിന്നതുപോലെ വഞ്ചൂർ ബാബു എന്ന് പറയുന്ന CPM-ന്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ മറ്റ് CPM-കാർ ലജ്ജിക്കും. ഒരു തെരുവ് ഗുണ്ടയെ പോലെ അടുത്തേക്ക് വന്ന് ബാബു എൻ്റെ കഴുത്തിന് ആഞ്ഞു പിടിച്ചിട്ട്, വഞ്ചൂർ വാർഡിൽ തോക്കും നിന്നോട് ആരോടാ പറഞ്ഞതെന്ന് പച്ചത്തെറി പറയുകയാണ്. ഞാൻ വഞ്ചൂർ വാർഡിൽ തോക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഏതെങ്കിലും അനാലിസിസ് മാധ്യമങ്ങളിൽ വരുന്നതിൽ പിന്നെ ഏതെങ്കിലും വാർഡ് തോക്കുമെന്നും ജയിക്കുമെന്നും ഒക്കെ വരുന്നത്, അപ്പോൾ ഈ ചെയ്യുന്ന സ്റ്റോറികളുടെ എല്ലാ ഉത്തരവാദിത്വം പ്രസ് ക്ലബിനാണോ? ഞാൻ എന്ത് പിഴച്ചിട്ടാണ്? എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ബാബു മുതുകിനടിക്കുകയാണ്. അതിനൊപ്പം ഈ അടിച്ച ആളുകളെ എനിക്കറിയാവുന്നത് ഷാഹിൻ, അജിത് പ്രസാദ്, ഇവർ രണ്ടും അവിടുത്തെ പ്രാദേശിക CPM പ്രവർത്തകരാണ്. മറ്റ് ഇവിടെ ഉണ്ടായിരുന്ന വിവിധ വാർഡുകളിലെ സ്ഥാനാർത്ഥികളും CPM-കാരും മറ്റു പാർട്ടിക്കാരും അവരാരും ഇതിനോട് യോജിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭീകരമായി മർദ്ദിച്ച ആ മേശയുടെ ഉള്ളിൽ ഒരു കാരണവുമില്ലാതെ എന്നോടൊപ്പം നിന്ന PR പ്രവീണ് മാധ്യമപ്രവർത്തകനാണ്. ഒരുപാട് സ്റ്റോറിയൊക്കെ നല്ല നിലവാരമുള്ള സ്റ്റോറികൾ ചെയ്യുന്ന ആളാണ്. അയാൾ കഴിഞ്ഞ ദിവസം ചെയ്ത സ്റ്റോറികളിൽ എവിടെയെങ്കിലും അയാൾ എല്ലാ പാർട്ടികളെയും കൃത്യമായി അനലൈസ് ചെയ്ത് വിലയിരുത്തി നല്ല സ്റ്റോറികൾ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ വഞ്ചൂർ വാർഡിൽ തോക്കുമെന്നും വഞ്ചൂരിൽ അച്ഛനും മകളും മാറി മത്സരിക്കും, അതൊരു യാഥാർത്ഥ്യമല്ലേ? അപ്പോൾ അതൊക്കെ ഏതെങ്കിലും മാധ്യമത്തിൽ വന്നാൽ തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറി ആയിരുന്നു എനിക്കാണോ ഉത്തരവാദിത്വം? അപ്പോൾ ഞാൻ ഈ റിട്ടേണിംഗ് ഓഫീസറുടെ മുമ്പിൽ ഞാൻ ഉടനെ തന്നെ ഓടിക്കയറി റിട്ടേണിംഗ് ഓഫീസറോട് പറയുകയാണ്, എന്നെ തല്ലുന്നു, എൻ്റെ കൂടെ വന്ന പ്രവീണിനെ ഭീകരമായി അടിച്ചു, വിമൽ ജോസിൻ്റെ കരണത്തടിച്ചു. റിട്ടേണിംഗ് ഓഫീസർ അപ്പോൾ തന്നെ പറഞ്ഞു പോലീസിനെ വിളിക്കും. പോലീസ് എന്താ അപ്പോൾ വന്ന പോലീസ്, ഇപ്പം നിൽക്കുന്ന പോലീസുകാരല്ല ഞാൻ പറഞ്ഞത്, അപ്പോൾ വന്ന പോലീസ് ഓഫീസർ വളരെ ലാഘവത്തോടെ, മ്യൂസിയത്തെ ഒരു പോലീസ് ഓഫീസറാണ്, എനിക്കറിയില്ല, മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ഒരു ഓഫീസർ, ഞാൻ വളരെ ബഹുമാനത്തോടെ അദ്ദേഹത്തോട് പറയണം, നിങ്ങൾ ഈ കാര്യത്തിൽ നടപടിയില്ല, നിങ്ങൾ സ്റ്റേഷനിലേക്ക് വന്നോ, പരാതി എഴുതി തരണം. അപ്പോൾ എന്ന് വെച്ചാൽ സാധാരണ ഒരു നടപടിക്രമം പോലെ എന്നെ തീർത്ത് കളയും എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഞാനെങ്ങനെ ഇവിടം വിട്ട് പുറത്തിറങ്ങും? അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സമയം മുതൽ ഇവിടെ തന്നെ ഇരിക്കുകയാണ്. എന്നെ നന്നായി മർദ്ദിച്ചു. എൻ്റെ പോക്കറ്റിലിരുന്ന പൈസ തെറിച്ചു പോയി, പ്രവീണിൻ്റെ മൊബൈൽ കാണുന്നില്ല, നന്നായി മർദ്ദിച്ചു. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരിടത്തൊന്നും ഞാൻ ഒരു ഘട്ടത്തിൽ ഒരു മർദ്ദനം ഏറ്റിട്ടില്ല. ആദ്യമായി ജീവിതത്തിൽ മർദ്ദനമേൽക്കുകയാണ് വഞ്ചൂർ ബാബു എന്ന് പറയുന്ന ഗുണ്ടകളും സംഘവും. അതൊരു സ്ഥാനാർത്ഥിയായി എന്നോട് ഇങ്ങനെ ചെയ്താൽ CPM-കാർ യോജിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. സാധാരണ മാന്യന്മാരായ CPM-കാരെ ഒരുപാട് പേര് എൻ്റെ സുഹൃത്തുക്കളായിട്ടുണ്ട്, അവരൊന്നും ഇതിനോട് യോജിക്കുമെന്ന് ഞാൻ കരുതുന്നതേയില്ല. തീർച്ചയായിട്ടും ദേവിക, ഒരു സാഹചര്യം അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, വഞ്ചൂർ ബാബുവിൻ്റെ നേതൃത്വത്തിൽ ഞാൻ നിൽക്കുന്ന ജില്ലാ ലേബർ ഓഫീസിൽ ഇത്തരത്തിലുള്ള ഒരു അക്രമം നടന്നിട്ടും അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാട് ആ സമയത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചു എന്നതാണ് ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കണ്ണമ്മൂലയിൽ മത്സരിക്കുന്ന M രാധാകൃഷ്ണൻ കുറ്റപ്പെടുത്തുന്നത്. ഒപ്പം തന്നെ പ്രസ് ക്ലബ് സെക്രട്ടറിക്കെതിരെ നടത്തിയ ആക്രമണം, അത് ഒരു മാധ്യമത്തിൽ ഒരു വാർത്ത ചെയ്തു എന്നതിൻ്റെ പേരിൽ നീ അച്ഛനും മകളും മാറി മത്സരിക്കുന്നു. അത് സാധാരണഗതിയിൽ വഞ്ചൂരിലുള്ളവർക്കും തിരുവനന്തപുരം നഗരസഭയിലുള്ളവർക്കും എല്ലാവർക്കും അറിയാവുന്നതാണ്.
വഞ്ചൂരിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ചു കാലമായി CPM-ന്റെ നേതൃത്വത്തിലുള്ള വാർഡാണ്. ആ വാർഡിൽ ആദ്യഘട്ടത്തിൽ അച്ഛൻ മത്സരിക്കുന്നു, അതിനുശേഷം മകൾ മത്സരിക്കുന്നു, വീണ്ടും അച്ഛൻ മത്സരിക്കാൻ രംഗത്തേക്ക് എത്തുന്നു എന്നതടക്കമുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ആ ഒരു അവലോകനം നടത്തിക്കൊണ്ട് അവിടെ വഞ്ചൂർ ബാബു തോൽക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള ഒരു അവലോകനം നടത്തിക്കൊണ്ട് ഒരു വാർത്ത ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രസ് ക്ലബ് സെക്രട്ടറിക്ക് നേരെ നിലവിലെ പ്രസ് ക്ലബ് സെക്രട്ടറിയും മുൻ സെക്രട്ടറിയായ കണ്ണമ്മൂല സ്ഥാനാർത്ഥിക്കുമെതിരെ ഇത്തരത്തിലുള്ള ഒരു അതിക്രമം നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴും പോലീസ് ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടില്ല. പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥരുടെ നോക്കി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ജില്ലാ ലേബർ ഓഫീസറുടെ കാര്യാലയത്തിൽ അവിടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് എത്തുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു അക്രമം നടന്നിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ദേവിക. ശരി, അത് തന്നെയാണ്. കണ്ണമ്മൂല വാർഡ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മുൻ പ്രസ് ക്ലബ് സെക്രട്ടറിയുമായ M രാധാകൃഷ്ണനും നിലവിലെ പ്രസ് ക്ലബ് സെക്രട്ടറിയായ PR പ്രവീണിനുമാണ് വലിയ രീതിയിലുള്ളൊരു മർദ്ദനം ഏറ്റിരിക്കുന്നത്. CPM-നെതിരെ വാർത്ത നൽകിയെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു മർദ്ദനം.